വിഷു ബമ്പർ ലോട്ടറി നറുക്കെടുത്തു. പാലക്കാട് ജസ്വന്ത് ഏജൻസീസിൽ നിന്നും വിറ്റുപോയ VD 20 42 66 നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി ലഭിച്ചത്. കോഴിക്കോട് സ്വദേശിയാണ് ഭാഗ്യവാൻ എന്നറിയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരും. വിഷു ബമ്പർ ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ്. VD 20 42 66 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം 12 കോടിയുടെ മഹാഭാഗ്യം എത്തിയിരിക്കുന്നത്. രണ്ടാം സമ്മാനം 1 കോടി രൂപ നേടി VA 699731 ടിക്കറ്റിനാണ്. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഭാഗ്യവാനെ കണ്ടെത്തിയോ? നീലിമ, ഇപ്പോഴും ഈ ഒരു ലോട്ടറി നറുക്കെടുപ്പ് പൂർത്തിയായി 1 മണിക്കൂർ കഴിയുമ്പോഴും ഭാഗ്യവാൻ കൺമറയത്താണ്, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വിഷു ബമ്പർ 12 കോടിയുടെ ടിക്കറ്റ് നറുക്കെടുത്തത്. VD 20 42 66 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി രൂപ സമ്മാനം നേടിയിട്ടുള്ളത്. ഒപ്പം തന്നെ VA 69 97 31, VB 20 70 68, VC 26 32 89, VD 277 650, ഒപ്പം തന്നെ VE 758 876, VG 20 30 46 എന്നീ നമ്പറുകൾക്ക് 1 കോടി രൂപയുടെ രണ്ടാം സമ്മാനവും അർഹമായിട്ടുണ്ട്. ഇവരെ ആരെയും തന്നെ ഇതുവരെ ഔദ്യോഗികമായി ആരാണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപിലോ അല്ലെങ്കിൽ പുറത്തേക്കോ വന്നിട്ടില്ല. പാലക്കാട് ജില്ലയിലെ ജസ്വന്ത് ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ അർഹനായിട്ടുള്ളത് എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തത്. 40 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇത്തവണ ഈ ഒരു വിഷു ബമ്പർ വിറ്റിട്ടുള്ളത്. കേരളത്തിൽ പെയ്യുന്ന കനത്ത മഴയൊക്കെ വിൽപ്പനയെ ബാധിച്ചതായി വ്യാപാരികൾ പറയുകയും ചെയ്തു. അപ്പോൾ പാലക്കാട് ജസ്വന്ത് ലോട്ടറിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഏജൻസീസിൽ നിന്നും ടിക്കറ്റ് വാങ്ങിയ കോഴിക്കോട് സ്വദേശിയോ കോഴിക്കോടുള്ള മറ്റൊരാളോ ആണ് ഈ ഒരു സമ്മാനത്തിന് അർഹമായിട്ടുള്ള ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അത് ആരാണെന്നോ അല്ലെങ്കിൽ അതൊരു ഏജൻസിയോ മറ്റോ ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നമുക്കറിയാം, മുൻപൊക്കെ തന്നെ ഇത്തരത്തിൽ ബമ്പർ ടിക്കറ്റുകൾ എടുത്ത് അതിന്റെ ടിക്കറ്റ് നറുക്കെടുപ്പ് പൂർത്തിയായി സമ്മാനാർഹമായ നമ്പറുമായി രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന പലതും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു രഹസ്യ സ്വഭാവമായിരിക്കും ഈ ടിക്കറ്റിനുമുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തി സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് വിഷു ബമ്പർ. ഈ ഒരു വർഷത്തെ വിഷു ബമ്പറിന്റെ 12 കോടി അർഹമായ ടിക്കറ്റ് ആരുടെ കൈകളിലാണ് ഉള്ളത്? ഒപ്പം തന്നെ പാലക്കാട് തന്നെയാണോ, അതോ ജില്ലയുടെ മറ്റേതെങ്കിലും സ്ഥലത്താണോ, സംസ്ഥാനത്തിനകത്താണോ, അതോ കേരളത്തിന് പുറത്തേക്ക് ടിക്കറ്റ് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. നീലിമ. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.